ഇപ്പോൾ നമ്മുടെ SCRT 9th സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ ബഹുത് ദിനോं के बाद എന്നുള്ള കവിതയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നാഗാർജുൻ എന്ന് പറയുന്ന കവി എഴുതിയ കവിതയാണ് ബഹുത് ദിനോं के बाद. അതായത് ബഹുത് ദിനോं के बाद എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഓക്കെ ബഹുത് ദിനോं के बाद अब की मैंने जी भर देखी പക്കി സുനാലി ഫസ്ലോं की മുസ്കാൻ. അതായത് ബഹുത് ദിനോं के बाद കുറേ ദിവസങ്ങൾക്ക് ശേഷം അബ്ഖി मैंने जी भर देखी, അതായത് ഞാൻ എൻ്റെ മനസ്സ് നിറയുന്നിടത്തോളം കണ്ടു. ദേഖ്ന കാണുക. ഓക്കെ പക്കി സുനാലി ഫസ്ലോं की മുസ്കാൻ. പക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകമായിട്ടുള്ള, സുനാലി ഗോൾഡൻ കളറുള്ള, അതായത് സ്വർണ്ണ നിറമുള്ള, ഫസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേത്തി. ഓക്കെ ഫസലോ എന്ന് പറഞ്ഞാൽ ഖേത്തി, കൃഷിയുടെ മുസ്കാൻ പുഞ്ചിരി. രണ്ടാമത്തെ വരി പറയുന്നത് ബഹുത് ദിനോं के बाद अब की मैंने जी भर सुन पाया ധാൻ കൂട്ടി കിഷോരിയോं की കോകിൽ കണ്ടി താൻ. അതായത് എന്താണ്, ബഹുത് ദിനോं के बाद കുറേ ദിവസങ്ങൾക്ക് ശേഷം अब की मैंने जी भर सुन पाया, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മനസ്സ് നിറയെ കേട്ടു. സുൻപാന കേൾക്കുക. ഓക്കെ ധാൻ കൂട്ടി, അതായത് നെല്ല് കുത്തുന്നത്. ഓക്കെ കിഷോരിയോങ്കി കോകിൽ ഗണ്ടി താൻ, അതായത് കിഷോരിയ കുമാരികൾ. ഓക്കെ കുമാരികളുടെ കോകിൽ ഗണ്ടി കുയിൽനാദം. ഓക്കെ കുയിൽനാദം, അതായത് ആ വളരെ മനോഹരമായ ശബ്ദം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടു. ഓക്കെ മനസ്സ് നിറയെ കേട്ടു. ഓക്കെ ദിനോं के बाद अब की मैंने जी भर सूखे मौल से रीखे ढेर से താസെ ടട്കെ ഫുൽ. അതായത് എന്താണ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറയെ സൂങ്ന സ്മെല്ല് ചെയ്തു. മൗൽസിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലഞ്ഞിയുടെ എന്താണ് താസെ ടട്കെ ഫുൽ, അതായത് വളരെ ഫ്രഷായിട്ടുള്ള പുതിയ പൂവിൻ്റെ സ്മെല്ല്. ഓക്കെ സ്മെല്ല് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം മനസ്സ് നിറയെ സ്മെല്ല് ചെയ്ത് ആസ്വദിച്ചു. ഓക്കെ ബഹുത് ദിനോं के बाद अब की मैंने जी भर छू पाया अपनी गवाई पगडंडी की ചന്ദൻ വർണ്ണി ധൂൽ. അതായത് എന്താണ്, ബഹുത് ദിനോं के बाद കുറേ ദിവസങ്ങൾക്ക് ശേഷം अब की मैंने जी भर छू पाया, ഞാൻ എൻ്റെ മനസ്സ് നിറയെ സ്പർശിച്ചു. ചൂന എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു. എന്താണ്, അപ്നി ഗവായി പഗഡണ്ടി, എൻ്റെ ഗ്രാമത്തിലെ എന്താണ് പഗഡണ്ടി ഒറ്റയടി പാതയിലെ ചന്ദനവർണ്ണി ധൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചന്ദന നിറമുള്ള അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ നിറമുള്ള ധൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുപൊടി. ഓക്കെ ബഹുത് ദിനോं के बाद अब की मैंने जी भर थालम खाना खाया ഖന്നെ ചൂസേ जी भर. അതായത് എന്താണ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം താലം ഖാന, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്താണ് ലീഫി വെജിറ്റബിളാണ്, ഇലക്കറിയാണ്, കഴിച്ചു. ഓക്കെ താലം ഖാന എന്ന് പറയുന്ന ഭക്ഷണം കഴിച്ചു. ദെൻ ഖന്നെ ചൂസേ जी भर, ഖന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പ് ഇഷ്ടം പോലെ കരിമ്പ് കഴിച്ചു. ഓക്കെ ബഹുത് ദിനോं के बाद अब की मैंने जी भर हो गए, അതായത് എന്താണ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറയെ അനുഭവിച്ചു. ഭോഗന അനുഭവിക്കുക അല്ലെങ്കിൽ അനുഭൂതി. ഓക്കെ അനുഭവിച്ചു. എന്താണ്, ഗന്ധ് രൂപ് രസ് ശബ്ദ് സ്പർശ്. അതായത് ഗന്ധം സ്മെല്ല്, രൂപം അതായത് വ്യൂ ആണ്. ഓക്കെ രസം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, ശബ്ദം. ഓക്കെ ദെൻ സ്പർശ് ടച്ച്. ഓക്കെ ഇതൊക്കെ അനുഭവിച്ചു. സബ് സാത്ത് ഇസ് ഭൂപർ, അതായത് എല്ലാം ഒരുമിച്ച്, അതായത് സ്വന്തം നാടിൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ അവനവൻ്റെ നാടിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കാഴ്ചയിലെ മനോഹാരിത മാത്രമല്ല, സ്മെല്ല് മണമുണ്ട്, അതല്ലേ ടച്ച് സ്പർശന സുഖങ്ങളുണ്ട്, പിന്നെന്തുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, രസം ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്തു, കവി അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ.